പരിഭവപ്പെടാത്ത മനുഷ്യരില്ല. പരിഭവപ്പെടാതെ എങ്ങനെ ഒരാൾക്ക് ജീവിക്കാനാകും? പരിഭവം ഒരർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില പരിഭവങ്ങൾ കാണാം. അബ്രാഹാം പരിഭവപ്പെട്ടു, തനിക്ക് സന്താനമില്ല എന്ന്. ദൈവം അവനെ വലിയൊരു ജനതയാക്കി. മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്നതിനെ ഓർത്ത് പരിഭവപ്പെട്ടു. മോശ ജനത്തെ ചെങ്കടലിന്റെ നടുവിലൂടെ നയിച്ചു. ജെറമിയ ബാലനാണെന്നോർത്ത് പരിഭവപ്പെട്ടു. ദൈവം കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവും പരിഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവവും ആദ്യ മാതാപിതാക്കളെ ഓർത്ത് പരിഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അർഹതയുള്ള പരിഭവങ്ങൾ പ്രാർത്ഥനയായി മാറും.